Ready? Hello guys. Hello guys. Welcome back to our YouTube channel. Oh, ഇത് ഭയങ്കര വലിയൊരു സാധനമാണല്ലോ. രോമാഞ്ചം വരുന്നുണ്ടോ? പെമ്പിള്ളാരുടെ ബാൻഡിന്റെ ബുക്കിടില്ല അവര്. എന്തോരം പെമ്പിള്ളാരാ. വിഷ്ണുവിന്റെ അഭിപ്രായം എന്താ? നല്ലതാണോ പൊട്ടയാണോ? നല്ലതാ. ബൈ. നമ്മളെപ്പോഴും ലണ്ടൻ അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോയ വീഡിയോസ് ആണ് ഇടല്. പക്ഷേങ്കിൽ ഇതുവരെ നമ്മൾ ഈസ്റ്റ്ബോണിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈസ്റ്റ്ബോണിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ്ബോൺ അടിപൊളി സ്ഥലമാണ്. നമുക്ക് പറയാന്ന് വെച്ചാൽ 100 നാവാണ് ഈസ്റ്റ്ബോൺ വന്നിട്ടാണ് നമ്മളൊന്ന് UK ഒന്ന് നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങി, എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത്, നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഈസ്റ്റ്ബോൺ വന്നിട്ടാണ്. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്, നമ്മൾ ഇന്ന് എയർ ഷോ കാണാൻ പോവാണ്. അതായത് UK തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ലോങ്ങസ്റ്റ് ഫ്രീ എയർ ഷോയാണ് ഈസ്റ്റ്ബോണിൽ നടക്കുന്നത്. എയർബോൺ എന്നാണ് ഇവരിതിനെ പറയുന്നത്. എയർബോൺ ഈസ്റ്റ്ബോൺ, അത് ഈസ്റ്റ്ബോൺ എയർബോൺ, അങ്ങനെ ഈസ്റ്റ്ബോണിൽ നടക്കുന്ന എയർ ഷോ ആയതുകൊണ്ട്. അപ്പം അതിവിടെ നടക്കുന്നുണ്ട് 4 days, എല്ലാ വർഷവും നടക്കുന്നതാണ്. ഒരു 1993 തൊട്ടാൻ പറ്റും ഇതൊരു 2 days പ്രോഗ്രാമായിട്ട് നടക്കുന്നതാണ്. പക്ഷേങ്കിൽ ഒരു 2000 ശേഷം ഇവരിത് 4 days പ്രോഗ്രാം ആക്കി എന്നാ പറയുന്നത്. അപ്പം അത്രയും ഡിമാൻഡ് ഉണ്ട്. എല്ലാരും അവിടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. നമ്മളെപ്പോഴും പോകാറ് ആ ബീച്ചൊക്കെ ശാന്തമായിട്ട് ഒരാളില്ലാത്ത ബീച്ചാണ്. ഇപ്പോൾ ഈ എയർ ഷോ ടൈമിൽ പോയി നോക്കിയാൽ കാണാം, ഒരു കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്രയും ആൾക്കാർ, കിലോമീറ്ററോളം ആൾക്കാർ. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയാണല്ലേ, 13th ആണോ 14th ആണോ ഇന്നലെ? 14th. നമ്മളിത് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. 3:30 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം തന്നെ 3:30 ആയി. പക്ഷെ അവർ ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യല്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് കാണാൻ പറ്റും ദൂരെ നിന്ന്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, അവിടെ ഇങ്ങനെ പുക കണ്ടോ? അത് പോയി ആക്ച്വലി. അതിപ്പോൾ താഴോട്ടേക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സീ സൈഡിലാണ് പരിപാടി നടക്കുന്നതെന്ന്. അപ്പം ഞാനും വിഷ്ണുവും കൂടെ സീ സൈഡിലേക്ക് പോകാമെന്ന്. ഒരു 5 to 10 minutes വോക്കാണ് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന്. അവിടെ ഷാരു വരാമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടേ. റോഡൊക്കെയും ക്ലോസ്ഡ് ആണ്. ഈ റോഡ് ബസ്സും ഇതൊക്കെ പോണ റോഡാണ്. പക്ഷെ ഇപ്പം ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ഈ 4 days. നമ്മളിവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ ഇന്നലത്തേക്കാളും തിരക്ക്. അപ്പം നമ്മളിവിടെ ഒരു ബീച്ച് സൈഡിൽ തന്നെ ഇങ്ങനെ ഈ പെബിൾസിന്റെ മേലെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഷാരു വന്നു, വലിയ ജമണ്ടൊക്കെ കൊടയാ. അതാ ചേട്ടൻ തന്നതാ. ഞാൻ ഇറങ്ങിയപ്പോ ഭയങ്കര വെയിൽ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അപ്പൊ അവര് തന്ന കൊടയാ. ഇതിനെ വെച്ച് നമുക്ക് എല്ലാവർക്കും ചൂടാം. ഓക്കെ, അതെ. നമ്മൾ വന്നിട്ട് റെഡ് ആരോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. 4:32 ആണ് സ്റ്റാർട്ട്. ഇപ്പൊ എത്ര സമയം? 4:25 ആയി. എനിക്കൊന്ന് മിക്കവാറും നെക്സ്റ്റ് വരുമായിരിക്കും. ഇപ്പൊ അല്ലാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ വന്നു. യെസ്, അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ത് സാധനമാണ് വരുന്നത്, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഏത് സൈഡിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ ഇവിടെ പേരുണ്ട്. ഇപ്പം പേരിൻ്റെ റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡിൽ നിന്നാണോ വരുന്നത്, അല്ല ബാക്കിൽ നിന്നാണോ വരുന്നത്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, മറ്റേ ട്വിസ്റ്റ് ചെയ്യണത്, അതുപോലെ അവരേത് ഡയറക്ഷനിലോട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യും. അപ്പം നമുക്കത് നോക്കി എൻജോയ് ചെയ്യാൻ സുഖമാണല്ലോ, നമുക്കെല്ലാം മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടമാതിരി ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. Eject now turns hard up to 6. Clear it goes. Reds 4 and 5 rolls the outside. One of the hardest maneuvers for our new pilots is a master each year. Big and faster, which is the same formation that we fly over national events, including flying over.
On the right-hand side of red 1 is red 2, red 2. നാലെണ്ണം ഇപ്പുറത്തുനിന്നും ബാക്കിയുള്ളതൊക്കെ ഈ സൈഡിൽ നിന്നും വരും. 4 ബാക്കി 9 എത്ര 5 എണ്ണം. എന്നിട്ട് ഇത് ക്രോസ് ചെയ്ത് പോകും. നമ്മള് ശരിക്കും ഇപ്പൊ മുട്ടുന്ന് വരുന്നുണ്ടല്ലേ. അവിടെ നിന്ന് അതും റെഡിയാണ്. അത് എവിടെ പോയി? അതും റെഡിയാണ്. ഇവിടെ നിന്ന് ഇതും പോണുണ്ടേ നോക്കിയോ. എന്ത് രസം. ഇപ്പം 4 എണ്ണം 4 സൈഡിലോട്ട് പോകും. Red 6 and 8 to your left-hand side. Red 8 എന്താണ് നെഞ്ചടിച്ചു പോയത്ര വിഷ്ണുവിന്റെ. വിഷ്ണു ഇന്നലെ പറഞ്ഞ രോമാഞ്ചം വരുന്നുണ്ട് അല്ലേ? രോമാഞ്ചം വരുന്നുണ്ടോ? ഇനിയിപ്പോ പറയൊരു ഡയലോഗ്. എന്താ അറിയോ, എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. അതെ, വിഷ്ണുവിന്റെ എപ്പോഴത്തെ ഡയലോഗ്. ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വിഷ്ണു പറയും. ആരെങ്കിലൊക്കെ ഫ്രണ്ട്സ് ഇതുപോലെ വിഷ്ണു ഇങ്ങനെ പറയാറുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ. കുഞ്ഞിലെ ഓക്കെ, പക്ഷെ 18 വയസ്സായിട്ട് ആയിട്ടും പറയുന്നത് എന്താ? അമ്മ സത്യം ചെയ്യ്, കഴിഞ്ഞ വർഷം നീ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പറഞ്ഞു Red 9, smoking clear, it's Ollie Tippling. Ollie is clear here, the team ഓ അമ്പ് ആരോസ്. ഇവിടെ ഒന്നും ഇടുമായിരിക്കും. വിടുന്നാരോ. ഓ നൈസ്. റൗണ്ട് സൂപ്പർ. ഇതൊന്നും ഇന്നലെ ഉണ്ടായിട്ടില്ല. അത് ബ്ലൂയിലേക്ക് ആവാണല്ലേ? ഓ Once again, red 8 to 9 roll round in the courtroom. Is red 7 in the Tempest. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ വന്നു. വെയില് കാരണം പറ്റണില്ല. എല്ലാരും പോവാ. നമുക്ക് കഴിച്ചോണ്ട് നടക്കാം. നല്ല രസമുണ്ടായിരുന്നു. കിടിലായിട്ട് കുറെ സ്ഥലത്താണ് അടിപൊളി ഒരു ഡിസൈൻ ഇങ്ങനെ പോണ. അവരുടെ ആ ഒരു ടീം വർക്കാണ് അവർ മെയിനായിട്ട് പറയുന്നത്. ഈ ഒരു ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇവിടെ ഈ ഇംഗ്ലണ്ടിലുള്ള ഒരുപാട് പിള്ളേര് പൈലറ്റ്സ് ആവുന്നതെന്നാണ് പറയുന്നത്. അത് ഇന്നലെ അനൗൺസും ചെയ്തിട്ടുണ്ടായി. ഞാൻ ഇവരുടെ വെബ്സൈറ്റിലും വായിച്ചിട്ടുണ്ടായി ആ കാര്യം. അതായത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ ഈ കുഞ്ഞു പിള്ളേരുടെ മൈൻഡിൽ ആ ഒരു ഇത് തോന്നുമല്ലോ, ഓക്കെ നമുക്കും വലുതായി ഇതുപോലെ ചെയ്യണം എന്ന്. ആ ഒരു ഇൻസ്പിറേഷൻ കാരണമാണത്ര
അതും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർപ്പസ് ഉണ്ട് ഈ ഒരു എയർ ഷോന്. മെയിൻ ആയിട്ട് എന്റർടൈൻമെന്റ് ആൻഡ് ടൂറിസം. ഒരുപാട് ആൾക്കാർ ഇത് ഫ്രീ ആയതുകൊണ്ട് തന്നെ കാണാൻ വരുന്നുണ്ട്. മാത്രമല്ല ഈസ്റ്റ്ബോൺകാരുടെ ഏറ്റവും വലിയൊരു ഗാദറിംഗ് കൂടിയാണ് ഈ എയർ ഷോ. മെയിൻലി ആംഡ് ഫോഴ്സസിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ മിലിറ്ററി ഏവിയേഷൻ സ്കിൽസ് ഷോക്കേസ് ചെയ്യാനാണെങ്കിൽ കൂടിയും ഇതിലൂടെ ഇവരുടെ സമ്മർ ഇൻകം കൂടുന്നുണ്ട്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെ ഷോപ്സ് ചെയ്യുന്ന ഒരുപാട് എന്റർപ്രണേഴ്സിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഇവരുടെ സമ്മർ ഇൻകം കൂടെ കൂടുന്നുണ്ട്. പിന്നത്തെ ഒരു മെയിൻ ഫാക്ടറാണ് ചാരിറ്റി സപ്പോർട്ട്. അതുകൊണ്ട് ഒരുപാട് പേർപ്പസ് ഉള്ള ഷോ ആണ് ഈ ഈസ്റ്റ്ബോണിൽ നടക്കുന്ന എയർ ഷോ. മണ്ടത്തരായിരിക്കും, പക്ഷെ ആ കുഞ്ഞാപ്പിക്കരി സാധനങ്ങളൊക്കെ പോകുന്നില്ലേ, അതിന്റെ അകത്ത് മനുഷ്യനുണ്ടോ? അത് മനുഷ്യന്മാരാണ് ഓടിക്കുന്നത്. ഇന്നലെ ഒരു ലേഡി ആയിരുന്നു അത് ഓടിച്ചത്. എനിക്ക് മനസ്സിലാവുള്ള അത് അത്രയും കുഞ്ഞിതിൽ എങ്ങനെയാ നമ്മള് അത് കേറാ? അത് മേലായതുകൊണ്ടാ കുഞ്ഞി. പക്ഷെ അതിനെ കണ്ട് വലിയതൊക്കെ പോണ നമ്മള് കണ്ടില്ലേ? പക്ഷെ റെഡ് പ്ലെയിൻ പോണുണ്ട്, അതില് ശരിക്കും ഒക്കെ ഒരു മനുഷ്യനുണ്ടെന്ന് പറയാം. മറ്റു കുഞ്ഞില് മറ്റേ അതിലൊന്നും പറയും കൂടി. അതൊക്കെ മറ്റേ ഹെലികോപ്റ്റേഴ്സും അതുപോലെ കുഞ്ഞു കുഞ്ഞു ജെറ്റ്. അതിനെന്താ വിഷ്ണു പറയുന്നത്? അത് ഓരോന്നിനും ഓരോ പേരുണ്ട്. പിന്നെ ഇവര് പ്രാക്ടീസ് ചെയ്യും ഇത്. ഇതൊക്കെ പൈലറ്റ്സാ ചെയ്യുന്നേ. പൈലറ്റ്സ് ആണ് ഇതിനകത്ത് ഇരുന്ന് പല പല അത് ഇതിനായിട്ടുള്ള ആൾക്കാരുണ്ടാവും. മനസ്സിലായി? ഇത് ചെയ്യുന്നത് തന്നെ ആൾക്കാരുണ്ടാവും. പിന്നെ ഇവിടെ കണ്ടുപിടിച്ച കാര്യമുണ്ട്. ഞാൻ നേരെ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പെമ്പിള്ളാരുടെ ബാൻഡിന്റെ ഹുക്ക് ഇടില്ല അവര്. എന്തോരം പെമ്പിള്ളാരാ, റിയലി സത്യം. അതായത് ഇപ്പൊ ഷോർട്സ് ഒക്കെ ആണെങ്കിൽ പാനിന്റെ ഹുക്ക് ഇടില്ല. അതെന്താണ് അങ്ങനെ? നമുക്ക് ഒരു വട്ടം നമുക്ക് കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്ത് ആൾക്കാർ പറയും ബട്ടൺസ് പ്ലീസ് പറയും. നമ്മളൊക്കെ വല്ല ഇതുപോലെ ഇട്ടാർന്ന പറയും അയ്യോ സിബ് തുറന്നു വെച്ചിട്ടാണ് അങ്ങനെ വിചാരിക്കും. അത് ഞങ്ങൾ ജഡ്ജ് ചെയ്യണമെന്നല്ല കേട്ടോ, പക്ഷെ അത് എന്താണ്, അതൊരു കൗതുകമാണ്. എല്ലാവരും അതങ്ങനെ ഇടുന്നത്. നൈസല്ലേ? നൈസാ. വിഷ്ണുവിന്റെ അഭിപ്രായം എന്താ? നല്ലതാണോ പൊട്ടയാണോ? നല്ലതാ. ഇംപ്രസ്ഡ് ആവുന്നുണ്ട് അതില് ബട്ടൺസ് തുറന്നു. മേ ബി എന്തെങ്കിലുമൊക്കെ സ്റ്റൈലായിരിക്കും ഇവിടത്തെ. നമ്മളത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. മേ ബി ചാൻസസ് ഉണ്ട് ഫ്യൂച്ചറിൽ. പക്ഷെ എനിക്കത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, അത് എന്താന്നുള്ളത് സ്റ്റൈലിന്റെ പാർട്ടാണോ ഇനി എന്തെങ്കിലും? അത് സ്റ്റൈൽ തന്നെ ആയിരിക്കും, അല്ല വേറെ എന്താ റീസൺ ഉണ്ടാവുക? അതിന് സ്റ്റൈൽ തന്നെ ആയിരിക്കുള്ളൂ. നാളെ ട്രൈ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ നിത്യേച്ചിയുടെ ചാനൽ എന്ന് വിചാരിച്ചിട്ട് ഷാരു ട്രൈ ചെയ്ത് വിചാരിച്ചാൽ ആരും ഷാരുവിന്റെ അക്കൗണ്ട് വരുത്തി പോകണ്ട, പ്രൈവറ്റ് ആണ്. അതെ, ഇന്ത്യൻ പെൺകുട്ടി പാന്റിന്റെ ബട്ടൺസ് ഇല്ലാതെ റോട്ടിൽ കൂടി. ഞാൻ എന്തായാലും എക്സ്ക്ലൂസീവായി ചേച്ചിയുടെ ചാനലിൽ തന്നെ. ഓക്കെ ഈ വീഡിയോന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു ദിവസം സ്റ്റോറി ഇടാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളത് ഇവിടെ എത്തി ഷോപ്പിങ്ങിന് പോവാണ്. അപ്പൊ ഓക്കെ, എന്തൊരു ട്രാഫിക്കാ നോക്കി. ഇവിടെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ വല്ലപ്പോഴും ഓരോ വണ്ടിയൊക്കെ പോകുന്നതേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ശരി, ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അപ്പൊ ശരി, ബൈ. ബൈ. മതി, 100 ബൈയാ പറയണേ.